മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയായ നിലമ്പൂരിന്റെ തിലകക്കുറിയായി നിൽക്കുന്ന ചുങ്കത്തറയിലെ മാർത്തോമാ കോളേജ്. 40 വർഷങ്ങൾക്ക് മുൻപ് ഭാഗ്യസ്മരണീയനായ അഭിവന്ദ്യ ഈശോ മാർ തിമോത്തിയോസ് തിരുമേനിയുടെ ദീർഘദർശനത്തിന്റെ ഫലമായി കുടിയേറ്റ മേഖലയായ നിലമ്പൂരിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊടുത്ത കലാലയം. 1981 ഒക്ടോബർ 28 തീയതി കോളേജിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. പ്രാരംഭ വർഷത്തിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ് കോഴ്സുകളും തുടർവർഷം മുതൽ തേർഡ് ഗ്രൂപ്പും ആരംഭിക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് ഈ കലാലയത്തിന്റെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു. ദൂരദിക്കുകളിൽ പോയി പഠിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ചുങ്കത്തറ മാർത്തോമാ കോളേജ്. യശശരീരനായ ഈശോ മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയായിരുന്നു കോളേജിന്റെ ആദ്യത്തെ മാനേജർ. ഡോക്ടർ CJ ജോൺ ആയിരുന്നു പ്രഥമ പ്രിൻസിപ്പാൾ. കലാലയത്തിന്റെ വളർച്ചയിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ ഏറെ നിർണായകമായിരുന്നു. കർമ്മനിരതരായ അധ്യാപകരും അനധ്യാപകരും ശിക്ഷണബോധമുള്ള വിദ്യാർത്ഥി സമൂഹവുമാണ് ഈ സ്ഥാപനത്തെ മികവുറ്റതാക്കി മാറ്റിയത്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ കോളേജിന് സാധിച്ചു. EZE എന്ന ജർമ്മൻ മിഷണറി സംഘടനയുടെ മഹത്തായ പങ്ക് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. മികച്ച അക്കാദമിക പ്രവർത്തനങ്ങളും മികവാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങളും തികഞ്ഞ അച്ചടക്കവുമായി ഈ കലാലയം വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ചുങ്കത്തറയുടെയും പരിസര പ്രദേശങ്ങളുടെയും അഭിമാനമായി മാറി. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ 3ാം ഘട്ട നിലവാര പരിശോധനയും വിജയകരമായി പൂർത്തിയാക്കി. മലയോര പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനും ഉപരിപഠനം നേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോലും കുടിയേറുവാനും അങ്ങനെ നിരവധി കുടുംബങ്ങളുടെ ഉയർച്ചയ്ക്കും ഈ കലാലയം വഴി തുറന്നു. ത്യാഗബുദ്ധിയോടെയുള്ള കൂട്ടായ കഠിന പരിശ്രമത്തിന്റെ ഫലമായി മാർത്തോമാ കോളേജ് ഇന്ന് ചുങ്കത്തറയുടെ സാംസ്കാരിക കേന്ദ്രമായും മനോഹരമായ ഒരു ഗ്രീൻ ക്യാമ്പസായും മാറിയിരിക്കുന്നു. 4 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന കോളേജിന്റെ പ്രയാണം ഇന്ന് അതിന്റെ റൂബി ജൂബിലിയുടെ നിറവിലെത്തി നിൽക്കുന്നു. 1990 കോളേജിന് ആദ്യ ബിരുദ കോഴ്സായി BCom ലഭിച്ചു. തുടർന്ന് BSc ഫിസിക്സ്, BSc ബോട്ടണി, BA ഇക്കണോമിക്സ്, BSc പോളിമർ കെമിസ്ട്രി, BSc മാത്തമാറ്റിക്സ് എന്നീ കോഴ്സുകളും ആരംഭിച്ചു. സെൽഫ് ഫിനാൻസിംഗ് ആയി BBA, BSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളും ഇന്ന് ഈ കലാലയത്തിലുണ്ട്. 2001 MCom ആരംഭിച്ചതോടെ ഒരു PG കോളേജായി കലാലയം മാറി. തുടർ വർഷങ്ങളിൽ MA ഇക്കണോമിക്സ്, MSc ഫിസിക്സ് എന്നീ കോഴ്സുകളും ആരംഭിച്ചു. 2017 ചുങ്കത്തറ മാർത്തോമാ കോളേജ് കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിൽ കൊമേഴ്സിന്റെ ഒരു ഗവേഷണ കേന്ദ്രമായി മാറി എന്നതും ഏറെ ശ്രദ്ധേയമായ നേട്ടമാണ്. കോളേജിന്റെ രക്ഷാധികാരിയായി മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്ദ്യ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രോപൊലിത്തയും മാനേജരായി അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ തിരുമേനിയുമാണ് പ്രവർത്തിക്കുന്നത്. ഏവർക്കും സ്നേഹവന്ദനം. ചുങ്കത്തറ മാർത്തോമാ കോളേജ് 1981 ആരംഭിച്ചത്. ഇന്ന് 40 വർഷം പിന്നിട്ട് അതിൻ്റെ റൂബി ജൂബിലി ആഘോഷിക്കുകയാണ്. വളരെ ചെറിയ ഒരു തുടക്കത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് റിസർച്ച് സെൻറ്റർ ആയിട്ട് കോളേജ് വളർന്നത് നമുക്ക് ഏവർക്കും വളരെ സന്തോഷകരമായ കാര്യമാണ്. എപ്പോഴും സഭ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. കാരണം അറിവിൻ്റെ ലോകം, ആ അറിവിലേക്ക് മനുഷ്യരെ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ വളർത്തി ഉയർത്തുക എന്നുള്ളത് സഭയുടെ പരമപ്രധാനമായ ദൗത്യമാണ്. അത്തരത്തിൽ അനുഗ്രഹീതമായ ഒരു സേവനമാണ് കഴിഞ്ഞ 40 വർഷമായിട്ട് സഭ ചുങ്കത്തറ മേഖലയിൽ ഈ കോളേജിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു സ്ഥാപനത്തിൻ്റെയും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും വളർച്ചയ്ക്ക് എത്രയോ ആളുകളുടെ സഹായവും ആലോചനകളും സഹകരണവും അവരുടെ കഴിവുകളും നൽകുന്നതിലൂടെയാണ് അത് വളർന്നു വരുന്നത്.
അത്തരത്തിൽ ആരംഭ നാളുകൾ മുതൽ ഇതം പര്യന്തം ലഭിച്ച എല്ലാ സേവനങ്ങളെയും നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. ഇവിടെ പഠിപ്പിച്ച അധ്യാപകർ, ഇവിടെ പഠിച്ച് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നതായ സമുന്നതരായിട്ടുള്ള വിദ്യാർത്ഥി സമൂഹം, പല രീതിയിൽ കോളേജ് വളരുന്നതിന് സഹായിച്ച സ്നേഹിതർ, എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സവിശേഷ സ്നേഹവും സന്തോഷവും കോളേജിൻ്റെ മാനേജർ എന്നുള്ള നിലയിൽ ഞാൻ അറിയിക്കുകയും, റൂബി ജൂബിലിയുമായി ബന്ധപ്പെട്ട് അനേക പദ്ധതികളാണ് കോളേജ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം സമയബന്ധിതമായി നാടിൻ്റെ വളർച്ചയ്ക്കും എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്കും, വിശേഷാൽ ഇവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ബൗദ്ധികമായ വളർച്ചയ്ക്കും സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും കോളേജിൻ്റെ മാനേജർ എന്നുള്ള നിലയിൽ നന്മകൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 10 അംഗങ്ങളടങ്ങുന്ന ഗവേണിംഗ് കൗൺസിൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ബർസാർ ആയി റവറൻഡ് എസ് ജോർജും 10ാമത്തെ പ്രിൻസിപ്പാൽ ആയി പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഡോക്ടർ രാജീവ് തോമസും സേവനമനുഷ്ഠിക്കുന്നു. വിദ്യാർത്ഥികളുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സേവന സന്നദ്ധമായി കോളേജ് ഓഫീസും പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസം കേവലം ജീവനോപാധിക്കായി സർട്ടിഫിക്കറ്റ് നേടുന്ന പ്രക്രിയയല്ല. അത് ഒരു സമൂഹത്തിന്റെ അതിജീവനത്തിനുള്ള മാർഗരേഖയാവണം, വിമോചനത്തിനുള്ള ഉപകരണമാവണം. അത്തരമൊരു സാംസ്കാരിക യജ്ഞത്തിനായി നിസ്വാർത്ഥരായി ഈ കലാലയത്തിൽ ഇന്ന് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി മികച്ച അക്കാദമിക യോഗ്യതയുള്ള 55 അധ്യാപകർ, 20 അനധ്യാപകർ എന്നിവരും സേവനമനുഷ്ഠിക്കുന്നു. 1000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കലാലയത്തിൽ ഓൺലൈൻ പഠന സംവിധാനമായ മൂഡിൽ ഉപയോഗിച്ചാണ് ഇപ്പോൾ ക്ലാസുകൾ നടക്കുന്നത്. റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിൽ 3 പ്രോഗ്രാമുകളാണ് ഉള്ളത്: PhD ഇൻ കൊമേഴ്സ്, MCom ആൻഡ് BCom. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സിൽ MA ഇക്കണോമിക്സ്, BA ഇക്കണോമിക്സ് എന്നീ കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ് പുതുതായി അനുവദിക്കപ്പെട്ട MSc ഫിസിക്സും BSc ഫിസിക്സുമാണ് ഓഫർ ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രിയിൽ തൊഴിൽ സാധ്യതയുള്ള BSc പോളിമർ കെമിസ്ട്രി കോഴ്സാണ് നടത്തുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി BSc ബോട്ടണി പ്രോഗ്രാം നടത്തുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് BSc മാത്തമാറ്റിക്സ് കോഴ്സ് ഓഫർ ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സ്വാശ്രയ കോഴ്സായ BBA ബിസിനസ് പഠന സാധ്യതകൾ എന്നിവ നൽകുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് സ്വാശ്രയ രീതിയിൽ നടത്തുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാംഗ്വേജസിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. പാഠ്യപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉൾക്കാഴ്ച നൽകുന്നതിനായി വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും കോളേജിൽ നടത്തിവരുന്നു. കോളേജിന്റെ സുഗമമായ പ്രവർത്തനം മുൻനിർത്തിയും കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ ചിന്തയും ഇടപെടലും ഉറപ്പിക്കുന്നതിനുമായി ഒരു PTA ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. വിവിധ രാജ്യങ്ങളിലായി ചിതറിക്കിടക്കുന്ന ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികൾ ഈ കലാലയത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരാണ്. സാമൂഹിക രാഷ്ട്രീയ രംഗത്തും സിവിൽ സർവീസ് രംഗത്തുമെല്ലാം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ സജീവമാണ്. കോളേജിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് അവസരോചിതമായി ഈ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് ഉദാരമായ സഹകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കായിക പരിശീലനത്തിനായി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ മികച്ച കായിക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. കോളേജിൽ ആദ്യമായി ക്ലാസുകൾ തുടങ്ങിയ ചാപ്പൽ ഇപ്പോൾ പുനരുദ്ധാരണത്തിന് ശേഷം ക്യാമ്പസിലെ പരിപാവനമായ ഒരു ആരാധനാലയമായി നിലകൊള്ളുന്നു. കലാപരിപാടികൾ സംഘടിപ്പിക്കാവുന്ന ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയവും 2 സെമിനാർ ഹാളുകളും കോളേജിൽ സജ്ജമാണ്. സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദനം, മഴവെള്ള സംഭരണി, മാലിന്യ സംസ്കരണ യൂണിറ്റ്, ഹരിത ഭംഗിയാർന്ന ക്യാമ്പസിനോട് ചേർന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവ ഒരുപക്ഷെ ഈ കലാലയത്തിന്റെ മാത്രം സവിശേഷതകളാവും. UGCയുടെ ധനസഹായത്തോടുകൂടി നിർമ്മിച്ച ലേഡീസ് ഹോസ്റ്റലിൽ 50-ൽ പരം വിദ്യാർത്ഥിനികൾക്ക് താമസിക്കുവാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈശോ മാർ തിമോത്തിയോസ് തിരുമേനിയുടെ നാമത്തിലുള്ള കോളേജ് ലൈബ്രറിയിൽ ആധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പുസ്തകങ്ങൾ, ജേണൽ എന്നിവയ്ക്ക് പുറമെ ഡിജിറ്റൽ റെഫറൻസുകളും ഇവിടെ ലഭ്യമാണ്.
നെറ്റ്വർക്ക് റിസോഴ്സ് സെന്ററും വിദ്യാർത്ഥികളുടെ സൗകര്യത്തിനായി ക്രമീകരിച്ചിട്ടുണ്ട്. ഡിസേബിൾഡ് ഫ്രണ്ട്ലി ക്യാമ്പസ്, വിശാലമായ ഇരുചക്രവാഹന പാർക്കിംഗ്, പെൺകുട്ടികൾക്കുള്ള വിശ്രമമുറി, കാന്റീൻ, പാഠ്യേതര പ്രവർത്തനങ്ങൾ, പഠനയാത്രകൾ, സജീവമായ കോളേജ് യൂണിയൻ, വിവിധ സ്കോളർഷിപ്പുകൾ എന്നിവയും വിദ്യാർത്ഥികൾ പ്രയോജനപ്പെടുത്തുന്നു. നാഷണൽ സർവീസ് സ്കീമിന്റെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ സാമൂഹിക സേവന മേഖലയിലും കോളേജ് സജീവമാണ്. ഭവന നിർമ്മാണം, വില്ലേജ് അഡോപ്ഷൻ, റിലീഫ് പ്രവർത്തനങ്ങൾ എന്നിവയും നടത്തിവരുന്നു. ക്യാമ്പസിൽ താമസിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകർക്കായി ക്യാമ്പസിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ലഭ്യമാണ്. കോളേജിന്റെ പഴയ കെട്ടിടം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് ക്രമീകരിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ റൂസ പദ്ധതിയിൽ കൂടി അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 2 കോടി രൂപ ലഭിക്കുകയും അതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയും ചെയ്യുന്നു. കമ്പ്യൂട്ടർ സെന്ററും ലാംഗ്വേജ് ലാബും മികച്ച സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നു. ചുങ്കത്തറയിൽ 1980 ആരംഭിച്ച മാർത്തോമ കോളേജ് അതിൻ്റെ സ്ഥാപിത ലക്ഷ്യമായ എ കോളേജ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന ലക്ഷ്യം പൂർത്തിയാക്കിക്കൊണ്ട് 40 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. ഇതുവരെയുള്ള വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ഏവരെയും ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. ഇതുവരെ വഴി നടത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. കോളേജിന്റെ സ്ഥാപക മാനേജരായിരുന്ന ഈശോമാർ തിമോത്തിയോസ് തിരുമേനിയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സ്ഥാപനം. ഇതുവരെയുള്ള ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയ മാനേജർമാരായി പ്രവർത്തിച്ച തിരുമേനിമാർ, മുൻ പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, പൊതുസമൂഹം ഏവരോടുമുള്ള കടപ്പാട് ഈ സമയത്ത് അറിയിക്കുന്നു. വിദ്യാർത്ഥികളുടെ സർവോന്മുഖമായ വികസനത്തിന് ഉതകുന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുവരുന്നു. മികച്ച വിജയശതമാനവും ഉന്നതമായ അക്കാദമിക നിലവാരമുള്ള അധ്യാപകരും അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹവും ഈ സ്ഥാപനത്തിൻ്റെ മുഖമുദ്രയാണ്. കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പുതിയ പാഠ്യരീതിയിലേക്ക് അക്കാദമിക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ എന്ന ആപ്തവാക്യത്തിലൂന്നി കഴിഞ്ഞ 40 വർഷമായി ഈ സമൂഹത്തിൽ പ്രകാശം ചൊരിയുന്ന ഒരു കലാലയമായി പ്രവർത്തിക്കുവാൻ നമ്മുടെ കോളേജിന് കഴിഞ്ഞു എന്നുള്ള ഈ സമയത്ത് എടുത്ത് പറയുകയാണ്. വിദ്യാർത്ഥികളുടെ മാറിവരുന്ന അഭിരുചികൾക്കനുസരിച്ച് പാഠ്യരീതിയിലും മാറ്റങ്ങൾ വരുത്തി കൂടുതൽ സേവന സന്നദ്ധമായി പ്രവർത്തിക്കുവാൻ ഈ സ്ഥാപനം പ്രതിജ്ഞാബദ്ധമാണ്. ഈ സ്ഥാപനത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഏവരുടെയും സഹായവും സഹകരണവും തുടർന്നും പ്രതീക്ഷിക്കുന്നു. 40 വർഷം പൂർത്തിയാക്കി ചുങ്കത്തറ മാർത്തോമ കോളേജ് അതിന്റെ റൂബി ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുവാൻ പദ്ധതിയിടുകയാണ്. കൂടുതൽ ആധുനിക സൗകര്യങ്ങളും വിവരസാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ അധ്യാപനവും കാലഘട്ടത്തിന്റെ ആവശ്യമായതിനാൽ ഇനിയുള്ള 10 വർഷം കൊണ്ട് അതെല്ലാം പൂർത്തീകരിച്ച് നിറപ്പകിട്ടാർന്ന 50ാം വർഷത്തിലേക്കാണ് നമ്മുടെ കലാലയം ഉറ്റുനോക്കുന്നത്. എ കോളേജ് ഫോർ റൂറൽ ഡെവലപ്മെന്റ് എന്ന ലക്ഷ്യവും ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ എന്ന ആപ്തവാക്യവും അന്വർത്ഥമാക്കിക്കൊണ്ട് സമൂഹത്തിന് പ്രകാശം ചൊരിയുന്ന വിദ്യാകേന്ദ്രമായി ചുങ്കത്തറ മാർത്തോമ കോളേജ് നിലകൊള്ളുന്നു.